വെള്ളം പോലെയാണ് മോഹൻലാൽ എന്ന് പറയും. വെള്ളം ഒരു കുപ്പിയിൽ നിറച്ച് വെച്ചാൽ അതിനൊരു കുപ്പിയുടെ ഭാവമായിരിക്കും. ഒരു ഡിഷിൽ നിറച്ച് വെച്ചാൽ ഡിഷിൻ്റെ ഭാവമായിരിക്കും. അതല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ നിറച്ച് വെച്ചാൽ ബക്കറ്റിൻ്റേതായ രീതി. അത് വെള്ളത്തെ ഏത് രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെയാണ് മോഹൻലാൽ എന്ന് പറയും. മോഹൻലാൽ എന്ന നടനെ ഉപയോഗിക്കാൻ അറിയാവുന്ന നല്ല സംവിധായകൻ്റെ കൈ കിട്ടിയാൽ അത് വളരെ മനോഹരമായിട്ട് മോഹൻലാലിനെ വിനിയോഗിക്കാൻ കഴിയുമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് സിബി മലയിലിൻ്റെ സിനിമകൾ. സിബി മലയിൽ മോഹൻലാലിനെ ഉപയോഗിച്ച പോലെ അത്രയും ഭംഗിയായിട്ട് മറ്റ് പല സംവിധായകർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. സിബിയുടെ പല സിനിമകളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ദശരഥം എന്ന സിനിമ എടുത്തു നോക്കും. മോഹൻലാൽ എന്ന കഥാപാത്രം ആടിത്തിമിർത്ത ദശരഥം, അതിൻ്റെ അകത്ത് ഓരോ സീനും നമുക്കൊക്കെ മറക്കാൻ കഴിയില്ലാത്ത ഒത്തിരി അനുഭവങ്ങൾ സമ്മാനിച്ച സിനിമയാണ്. മോഹൻലാലിൻ്റെ ആ കള്ളുകുടിയൻ കഥാപാത്രം എത്ര മനോഹരമായിട്ടാണ് രാജീവ് മേനോൻ എന്ന കഥാപാത്രം ആടിത്തിമിർത്തത്. അതിൻ്റെ അകത്ത് മോഹൻലാലിൻ്റെ ഓരോ സീനുകളും, അദ്ദേഹം അഭിനയിച്ച ഓരോ സീനുകളും നമുക്ക് ഒന്നും മറക്കാൻ കഴിയില്ല. കാരണം അത്രയും മനോഹരമായിട്ടാണ് ആ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചത്. അതിൻ്റെ അകത്തെ ക്ലൈമാക്സൊക്കെ സുകുമാരിയുടെ തോളത്ത് കൈവച്ചിട്ട് മകയെ ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന മോഹൻലാൽ, നമ്മൾ ശരിക്കും കരഞ്ഞു പോകും. കാരണം മോഹൻലാൽ കൈകൊണ്ട് പോലും ആംഗ്യം കാണിക്കുന്ന അത്ര മനോഹരമായിട്ട് അഭിനയിച്ച സിനിമയാണത്. അതുപോലെ തന്നെ കിരീടത്തിലെ സേതുമാധവനായാലും സതയത്തിലെ സത്യനാഥനായാലും ഭരതത്തിലെ കലൂർ ഗോപിനാഥനായാലും കമലനടത്തിലെ നന്ദഗോപനായാലും ഹിസ്ഹൈൻസ് അബ്ദുള്ളയിലെ അബ്ദുള്ളയായാലും അങ്ങനെയൊക്കെ മനോഹരമായ ഒട്ടനവധി സമരന്മതിരെ നിരഞ്ജനായാലും ഇത്രയും മനോഹരമായ ഒരു കഥാപാത്രങ്ങളെ, മോഹൻലാലിൻ്റെ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായി ഒന്നിനൊന്ന് മെച്ചമായിട്ട് കൊടുക്കാൻ കഴിയുന്ന എത്ര സംവിധായകൻ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഈ അടുത്ത കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടത് മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞു, മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ല, മോഹൻലാലിന് പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടില്ല എന്നൊക്കെ. പക്ഷെ മോഹൻലാലിന് അഭിനയിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടും അഭിനയിക്കാൻ അറിയില്ലാത്തതുകൊണ്ടൊന്നുമല്ല, മോഹൻലാലിനെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുന്ന ഒറ്റ സംവിധായകൻ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പല സംവിധായകരും മോഹൻലാലിനെ വലിയ തമ്പുരാൻ വേഷത്തിലോ അല്ലെങ്കിൽ വലിയ ജനകീയ കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ഹീറോ പരിവേഷത്തിൽ ഉയർത്തിക്കാട്ടാനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിലെ കഥാപാത്രത്തെ, അദ്ദേഹത്തിലെ ഒരു നല്ല നായക നടനെ, അദ്ദേഹത്തിലെ ഒരു അഭിനയ പ്രതിഭയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പലപ്പോഴും പല സംവിധായകർക്കും പുതിയ തലമുറയിൽ കഴിഞ്ഞില്ല എന്നുള്ള വാസ്തവം. ഇപ്പോൾ തുടരുമൊക്കെ നല്ലൊരു സിനിമയാണ്, ആ ജനസിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾ, ഒരു 10-20 വർഷങ്ങൾക്കുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുക്കം സംവിധായകർ മാത്രമേ മോഹൻലാലിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിലൊരു പ്രധാന സംവിധായകനാണ് ബ്ലസ്സി. പിന്നെ വന്നത് സംവിധായകനാണ് നമ്മുടെ ദൃശ്യത്തിൻ്റെ സംവിധായകൻ. അങ്ങനെ വളരെ കുറച്ച് പേർ മാത്രമാണ് മോഹൻലാൽ എന്ന നടനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിനെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുന്ന സംവിധായകർ പോലും വളരെ വിരളമായിരുന്നു. ന്യൂ ജനറേഷൻ സംവിധായകർക്ക് ഒരുപാട് കയറി വന്നെങ്കിലും പലർക്കും മോഹൻലാൽ എന്ന നടനെ നല്ല രീതിയിൽ വിനിയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സിബി മലയിലിനെ പോലുള്ള സംവിധായകരുടെയൊക്കെ മികവ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അദ്ദേഹത്തിന് ചെയ്ത പല പടങ്ങളും എടുത്തു നോക്കണം. ആ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മോഹൻലാലിനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എത്ര മനോഹരമായിട്ടാണെന്ന്. അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമ എടുത്തു കഴിഞ്ഞാലും മോഹൻലാൽ എന്ന കഥാപാത്രം ഇത്ര ഭംഗിയായിട്ട്, ലാലേട്ടനെ ഇത്ര ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംവിധായകർ വളരെ കുറവാണെന്ന് തോന്നും. സത്യനന്ദിക്കാടിൻ്റെയും പ്രിയദർശൻ്റെയും ഫാസിലിൻ്റെയും ഒക്കെ പടത്തിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ വലിയ ഹിറ്റുകളാണെങ്കിലും മോഹൻലാലിന് ഇത്ര വ്യത്യസ്തമായ വേഷങ്ങൾ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭയെ ഇത്ര മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള സംവിധായകർ തന്നെ വളരെ വിരളമാണ്. അതിലേറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സിബി മലയിലാണ്. കാരണം സതയം, കമലദളം, കിരീടം, ഭരതം, ദശരഥം, ഇങ്ങനെ കുറച്ച് സിനിമകൾ, നമ്മൾ ഒരു 3-4 സിനിമകൾ മാത്രം എടുത്താൽ മതി. ആ സിനിമകൾ ഓരോന്നും ഒന്ന് എടുത്തു നോക്കൂ. അതിലെ മോഹൻലാൽ എന്ന നടൻ അഭിനയിച്ചാടിയ ആ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ മികവ് ഒന്ന് എടുത്തു നോക്കൂ. എത്ര ഭംഗിയായിട്ടാണ് ലാലേട്ടനെ ആ സംവിധായകൻ സിബി മലയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കലും മറക്കാൻ കഴിയും ആ സിനിമകളൊക്കെ നമുക്ക്.